തിമിംഗല ഛർദി അല്ലെങ്കിൽ ആംബർഗ്രീസ്. ഇത് വളരെ വിലപ്പെട്ടതായിരിക്കുന്നത് അതിന്റെ അപൂർവതയും വിവിധ വ്യാവസായിക ഉപയോഗങ്ങളും കാരണമാണ്. ഇതിന് പ്രധാനമായും 3 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് അസാധാരണമായ രൂപീകരണം. ആംബർഗ്രീസ് ചില സ്പെർം തിമിംഗലങ്ങൾ സ്പേം വെയിൽസ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയുടെ ദഹന പ്രക്രിയയിൽ ചില അപരിഷ്കൃത ഘടകങ്ങൾ, അതിൽ പ്രധാനമായും കട്ടിയുള്ള സ്ക്വിഡ് ഭാഗങ്ങൾ ദഹിക്കാത്തതിനെ തുടർന്ന് അവയിലൂടെ ഉൽപ്പന്നമായ രാസപദാർത്ഥങ്ങൾ ദഹനതന്ത്രത്തിൽ രൂപപ്പെടുന്നു. പിന്നീട് തിമിംഗലം ഇതിനെ ഛർദിയിലൂടെയോ മലവിസർജനത്തിലൂടെയോ പുറന്തള്ളുന്നു. ഈ പ്രക്രിയ വളരെ അപൂർവമാണ്. അതിനാൽ തന്നെ ആംബർഗ്രീസ് ലഭ്യമാകുന്നത് വളരെ വിരളമാണ്. രണ്ടാമത്തെ കാരണം വ്യത്യസ്തമായ ഗന്ധഗുണമാണ്. പുതിയ ആംബർഗ്രീസ് അമിതഗന്ധമുള്ളതായിരിക്കും. എന്നാൽ കടലിലെ സമുദ്രജലത്തിലും സൂര്യപ്രകാശത്തിലും വർഷങ്ങളോളം കഴിഞ്ഞാൽ അതിന് മനോഹരമായ നീണ്ടുനിൽക്കുന്ന സുഗന്ധം ഉണ്ടാവും. ഇത് തന്നെ അതിനെ സൂക്ഷ്മ സുഗന്ധദ്രവ്യ അല്ലെങ്കിൽ പെർഫ്യൂം വ്യവസായത്തിൽ അമൂല്യമായ ഘടകമാക്കുന്നു. മൂന്നാമത്തെ കാരണമാണ് സൂക്ഷ്മ സുഗന്ധദ്രവ്യ വ്യവസായത്തിൽ ഇതിന്റെ ആവശ്യകത. ചില പ്രത്യേകതരം ഉന്മത്ത ഗന്ധങ്ങൾ ഫെറമോൺസ് ലഭ്യമാക്കുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ പെർഫ്യൂംസ് ദീർഘനാളത്തേക്ക് നിലനിർത്തുന്നതിനും ഫിക്സഡ് ആംബർഗ്രീസ് ഉപയോഗിക്കുന്നു. അതിന്റെ പ്രകൃതിദത്തമായ അപൂർവമായ സവിശേഷതകൾ കൊണ്ടുതന്നെ ഇത് വളരെ വിലപിടിച്ച ഒരു വസ്തുവായി മാറുന്നു. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും നിയമപരമായ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ, അതായത് കുറച്ച് രാജ്യങ്ങളിൽ ഇതിന്റെ വ്യാപാരം നിരോധിച്ചിരിക്കുന്നു. ആംബർഗ്രീസിന്റെ ലഭ്യത കുറവാണ്. ഇതുമൂലം അതിന്റെ വില ആകാശത്തോളം ഉയരുന്നു. ഇതുപോലെയുള്ള അറിവുകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.